സാധ്യമല്ലാത്ത അജയ്യതയും അതിന്റെ ഉറവിടം അള്ളാഹുവാണെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ദൂതരാണെന്നും സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകളാണ്. തിരുദൂതരെ നേർക്കുനേരെ അഭിസംബോധന ചെയ്യുന്ന ഖുർആനിന്റെ പ്രയോഗങ്ങളും പകർന്നു നൽകുകയല്ലാതെ ഖുർആനിൽ ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും അനുവദിക്കുകയില്ല എന്ന അള്ളാഹുവിന്റെ കനത്ത താക്കീതും വിശുദ്ധ ഖുർആനിന്റെ ദൈവിക ഉറവിടത്തെയും തിരുനബിയുടെ ദൂതിനെയും സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകളാണ്. ഒരു ഗ്രന്ഥകർത്താവ് ഒരിക്കലും തന്നെ അതിൽ അഭിസംബോധന ചെയ്യുകയോ ആ ഗ്രന്ഥത്തിൽ തനിക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ല എന്നുള്ള നിലയിൽ താക്കീത് ചെയ്യുകയോ ഇല്ലല്ലോ. ആയത്തുകളും ഹദീസുകളും ഒക്കെ തൽക്കാലം വായിക്കാതെ വിടുകയാണ്. ഇതിലൊക്കെ ഇന്ന ഖൂല ഖൗലു റസൂലിൻ കരീം എന്ന് തുടങ്ങുന്ന ആയത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ആയത്തുകളൊക്കെ ധാരാളമാണ്. അള്ളാഹുവിന്റെ കലാം എന്ന സിഫത്തും സൃഷ്ടികളിലെ അതിന്റെ പ്രതിനിധീകരണവും. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാം അഥവാ സംസാരം എന്ന ഗുണവിശേഷണമാണ്. അത് ഒരു ഭാഷാ സംബന്ധിയായ ക്രിയയല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദാത്തിലെ കലാമിന് ഭാഷയോ അക്ഷരമോ ശബ്ദമോ തുടക്കമോ ഒടുക്കമോ ഒന്നുമില്ല. എന്നാൽ അള്ളാഹു മനുഷ്യരാശിയോട് സംവദിക്കുമ്പോൾ മനുഷ്യന്റെ പരിമിതികളോട് യോജിക്കുന്ന ഒരു ആവിഷ്കാരം അതിന് നൽകേണ്ടതുണ്ട്. ഖുർആനിന്റെ ആ സ്വത്വത്തിലാണ് ഭാഷയും ശബ്ദവും ക്രമവും എല്ലാം ഉണ്ടാകുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ഭാഷ അറബി ആയത് എന്തുകൊണ്ടാണ് എന്നത് ചിന്തനീയമാണ്. ബിലിസാനിൻ അറബിയിൻ മുബീൻ, പല സ്ഥലങ്ങളിലും അല്ലാഹു തആല അത് എടുത്തു പറയുന്നുണ്ടല്ലോ. ഏത് ഭാഷയിലായിരുന്നാലും ഈ ചോദ്യം ഉത്ഭവിക്കും എന്നത് ശരിയാണ്. ചുരുക്കി പറയാം, ലോകാവസാനം വരെ നിലനിൽക്കുന്ന മുഅ്ജിസായ കലാമും മാനവരാശിയുടെ മാർഗദർശന വേദവും എന്നുള്ള നിലയിൽ ഖുർആനിനുണ്ടായിരിക്കേണ്ട പല സവിശേഷതകളുമുണ്ട്. ഇത് അറബി ഭാഷയിൽ മാത്രമേ അള്ളാഹു ഒരുക്കിയിട്ടുള്ളൂ എന്നതാണ് ഒറ്റ വാക്കിലുള്ള മറുപടി. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്മാഈലി പരമ്പരയിലെ ഒരൊറ്റ നബിയായി അറബിയായി അള്ളാഹു അവതരിപ്പിച്ചത്. ഓരോ നബിയും ആദ്യ പ്രബോധിത ജനതയുടെ ഭാഷയിൽ തന്നെ സംസാരിക്കണമല്ലോ. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി, ഖുർആനിന്റെ ആയത്ത്. അറബിയുടെ ചില സവിശേഷതകൾ. മോർഫോളജി അഥവാ പദരൂപശാസ്ത്രം അനുസരിച്ച് അടിസ്ഥാന പദരൂപങ്ങൾ അഥവാ മോർഫീമുകൾ, അറബിയിൽ അസ്ൽ എന്ന് പറയും. അറബിയിൽ മിക്കവാറും ത്രയാക്ഷരിയാണ്, 3 അക്ഷരങ്ങളിലൂടെ ഉണ്ടായിത്തീരുന്നതാണ്. ചിലപ്പോൾ 4ഉം അപൂർവമായി മാത്രം 5ഉം അക്ഷരങ്ങൾ വരുന്ന മൂലപദങ്ങളിൽ നിന്ന് പദരൂപ വിന്യാസത്തിലൂടെയും നിശ്ചിത ക്രിയാ മാതൃകകളിലൂടെയും അഥവാ ഔസാനുൽ അഫ്ആൽ അതിശയിപ്പിക്കുന്ന അർത്ഥവിന്യാസങ്ങളിലേക്ക് വളരുന്ന മറ്റൊരു ഭാഷ ലോകത്ത് അറബി അല്ലാതെ മറ്റൊന്നില്ല. തെല്ലെങ്കിലും ഇക്കാര്യത്തിൽ ഒരു മാതൃക അവകാശപ്പെടാനുള്ള ഭാഷ ഹീബ്രു മാത്രമാണ്. ഇക്കാരണം കൊണ്ട് തന്നെ അറബിയുടെ പദസമ്പത്ത് വളരെ വിപുലമാണ്. വിശുദ്ധ ഖുർആനിന്റെ അതിശയിപ്പിക്കുന്ന ആശയസാഗരത്തിന് ഭാഷയുടെ വ്യാപ്തി വലിയ മുതൽക്കൂട്ടാണ്. അറബി ഭാഷയുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ പദങ്ങളുടെ അതിശയിപ്പിക്കുന്ന അർത്ഥവ്യാപ്തിയാണ്. ജവാമിഉൽ കലിമു മുഹക്കമുമായ ആയത്തുകൾ അടങ്ങിയ ഖുർആനിന് ഈ സമൃദ്ധി ആവശ്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. പദങ്ങളുടെ ആശയവ്യാപ്തിയുടെ മറുവശമായി ഒരേ ആശയത്തിന് അനേക പദങ്ങളും അറബിയിലുണ്ട്. നിസാരമായ അർത്ഥവ്യത്യാസങ്ങൾക്ക് പോലും പ്രത്യേകം വാക്കുകൾ ഉണ്ട് എന്നത് മറ്റു ഭാഷകളെ അപേക്ഷിച്ച് അറബിയുടെ മാത്രം അതിശയമാണ്. ഏതാനും ഉദാഹരണങ്ങൾ പറയാം. ഉദിച്ചു വരുന്ന ചന്ദ്രന്റെ ദൃശ്യമാകുന്ന അവസ്ഥകൾക്കനുസരിച്ച് ഉറത്ത്, ഹിലാല, ഖമർ, ബദർ എന്നിങ്ങനെ പേരുകളുണ്ട്. അതുപോലെ ചന്ദ്രന്റെ ദൃശ്യസ്ഥിതി മാനദണ്ഡമാക്കി ഓരോ 3 രാത്രികളുടെ മാസത്തിലെ ഓരോ 3 രാത്രികളുടെ കൂട്ടത്തിനും പ്രത്യേകം 10 പേരുകളുണ്ട്. അവ യഥാക്രമം ഉറർ, നഫൽ, തുസ്അ, ഉസ്ർ, ബീൽ, ദുർഅ, ദുലം, ഹനാദിസ്, ദഅദാ, മുഹാക്ക് എന്നിങ്ങനെയാണ്. പ്രായത്തിൽ തുല്യനായ ആൾ ഖറനും ശക്തിയിൽ തുല്യൻ ഖിറനുമാണ്. ഇതുപോലെ എണ്ണത്തിൽ തുല്യമായത് അദലും ഭാരത്തിൽ തുല്യമായത് ഇദലുമാണ്. വല്ലപ്പോഴും രോഗം വരുന്നവൻ അലീലും പതിവായി രോഗം വരുന്നവൻ മരീലും കഠിന രോഗി വഖീലും വിട്ടുമാറാത്ത അവസ്ഥയിൽ രോഗമെത്തിയാൽ അയാൾ ധനിഫും ജീവച്ഛവമായാൽ ഹരീലും ആണ്. ഗർഭാവസ്ഥയിലെ കുട്ടി ജനീനും പ്രസവം കഴിഞ്ഞ് 7 ദിവസം വരെ അറബിയിൽ വലിയതും പിന്നീട് സദീവും മുല കുടിക്കുന്നവൻ റളീഉം മുലകുടി മാറിയാൽ ഫതീമും മുട്ടിലിഴയുന്നവൻ ദാരിജും മുൻനിരയിലെ പല്ല് പറയുന്ന സമയത്ത് മസ്ഊറും 10 വയസ്സായാൽ മുതറഇറും പ്രായപൂർത്തിയായവൻ യാഫിഉം സ്വപ്നസ്ഖലനം തുടങ്ങിയാൽ ഹസൂറും താടി മുളയ്ക്കാൻ തുടങ്ങിയാൽ വാക്കിലും കൗമാരത്തിനും യൗവനത്തിനും ഇടയിൽ ഫതായും താടിയും മീശയും പൂർണ്ണമായാൽ മുജ്തമിഉം 40 വയസ്സ് വരെ ഷാബും 40 കഴിഞ്ഞാൽ കഹലും പിന്നീട് ഷെയ്ഖുമാണ്. അറബിയുടെ പ്രത്യേകതകളാണ്. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ബാഹുല്യവും അത്ഭുതകരമായ ആശയ സാധ്യതകളും
പദസമ്പത്തുകളും കൊണ്ട് ധന്യമായ ഭാഷയാണ് അറബി. ഖുർആൻ അറബിയിൽ അവതരിക്കാനുള്ള കാരണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏതാനും ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഖുർആനിന്റെ പ്രഥമ സംബോധിത ജനത സാക്ഷരതയും സാഹിത്യവും. വിശുദ്ധ ഖുർആൻ അവതരിച്ച സമൂഹത്തിൽ എഴുത്തും വായനയും അങ്ങേയറ്റം പരിമിതമായിരുന്നു എന്നതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണമായും നിരക്ഷരരായിരുന്നു എന്നതും തർക്കമില്ലാത്ത ചരിത്രമാണ്. വല്ലദീ ബഅസ മുഈന റസൂലൻ എന്ന് തുടങ്ങുന്ന ആയത്തുകളും ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയത്തുൻ എന്നുള്ള ഹദീസുകളും ഒക്കെ ധരിച്ചിട്ടുണ്ട്. അത് വായിക്കാതെ വിടുകയാണ്. നിരക്ഷരരായ സമൂഹം സാഹിത്യപരമായി പിന്നിലായിരിക്കുമെന്നത് പുതിയ സമൂഹത്തിന്റെ മാത്രം സങ്കല്പമാണ്. വാമൊഴി മാത്രം ആശ്രയിച്ചിരുന്ന അറബ് സമൂഹം അങ്ങനെ ആയിരുന്നില്ല. സാഹിത്യപരമായി അവർ അത്യുന്നതി പ്രാപിച്ചവരായിരുന്നു എന്നത് ചരിത്രമാണ്. അറബ് സമൂഹത്തിന്റെ സാഹിത്യ പശ്ചാത്തലം പരിശോധിച്ചിട്ടുള്ള ഓറിയന്റലിസ്റ്റ് എഴുത്തുകാർ മുഴുവൻ ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അക്കാലത്തെ അറബി കവിതകൾ എക്കാലത്തും സാഹിത്യത്തിന്റെ ഗ്രാഫ് അളക്കാൻ മാനദണ്ഡമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നത് അത്ഭുതമാണ്. ഉക്കാല ചന്തയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നത് അത്ഭുതമാണ്. ഉക്കാല ചന്തയിൽ നടന്നു വന്നിരുന്ന വാർഷിക സാഹിത്യ മത്സരവും വിജയികളുടെ കവിതകൾ കഅബയിൽ പ്രദർശിപ്പിച്ചിരുന്നതും അവരുടെ ഈ അത്യുന്നത സാഹിത്യത്തിന്റെ തെളിവാണ്. തീവ്രമായ ഓർമ്മശക്തി വാമൊഴി പാരമ്പര്യത്തിന്റെ മറുവശം. എഴുത്തിന്റെ ആധാരമില്ലാതെ വാമൊഴിയായി മാത്രം വിവരങ്ങൾ കൈമാറ്റം ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ വിവരങ്ങളുടെ സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ വ്യക്തികളുടെ മസ്തിഷ്കങ്ങളായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വാമൊഴി കൈമാറ്റം മാത്രം നടത്തിയിരുന്ന ഏത് സമൂഹത്തിന്റെയും സാമാന്യ സ്ഥിതി ഇത് തന്നെയായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ പ്രഥമ സംബോധിത ജനതയുടെ അത്ഭുതകരമായ ഓർമ്മശക്തി ഖുർആൻ സുരക്ഷിതമായ ഓർമ്മകൾ സൂക്ഷിക്കുന്നതിന് വളരെ നിർണായകമായ ഉപാധിയായി മാറി. അവരുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ വിശദീകരണങ്ങളും തിരുത്തുകളും ജീവിത സംബന്ധിയായ പാഠങ്ങളുമായി ഘട്ടം ഘട്ടമായി ഖുർആൻ അവതരിച്ചിരുന്നതിനാൽ മനഃപാഠമാക്കി സൂക്ഷിക്കാൻ വീണ്ടും എളുപ്പമായി. ജീവിതവുമായി ബന്ധമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മറക്കുന്നതല്ലല്ലോ. ഇതിനെല്ലാം പുറമെ ഏതുതരം വിവര കൈമാറ്റങ്ങളും കൃത്യവും സൂക്ഷ്മവും ആയിരിക്കണമെന്ന വിശുദ്ധ ഖുർആനിന്റെ കനത്ത നിർദ്ദേശവും കൂടി ആയപ്പോൾ ഖുർആൻ എന്ന അള്ളാഹുവിന്റെ കലാമിന്റെ തന്നെ ഹൃദയ സൂക്ഷിപ്പുകളിലും കൈമാറ്റത്തിലും ഏറ്റവും കൃത്യത പാലിക്കുന്നതിന് അത് കനത്ത പ്രചോദനമാവുകയും ചെയ്തു. എന്ന് തുടങ്ങിയ ആയത്തുകളും ആയത്തൊക്കെ വിവര കൈമാറ്റത്തിന്റെ സൂക്ഷ്മത പാലിക്കണമെന്ന് സൂചിപ്പിക്കുന്നതാണല്ലോ. ഇതൊക്കെ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും വായിക്കാതെ വിടുകയാണ്. സാധാരണ ഏത് വിവരങ്ങൾ പോലും കൃത്യമായി ഓർമ്മയിൽ സൂക്ഷിക്കുന്ന വിശ്വാസ സമൂഹം വിശുദ്ധ ഖുർആൻ എന്ന അള്ളാഹുവിന്റെ വേദഗ്രന്ഥം ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് ആരാധനാപരമായ ആവേശത്തോടു കൂടിയായിരിക്കുമല്ലോ. ഖുർആൻ മനഃപാഠമാക്കി സൂക്ഷിക്കുന്നതിനും അത് നിരന്തരം പാരായണം ചെയ്യുന്നതിനും പരസ്പരം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ശക്തമായ പ്രേരണ ലഭിക്കുക കൂടി ചെയ്തപ്പോൾ ഓർമ്മശക്തിയുടെ രാജാക്കന്മാരുടെ ഹൃദയം വിശുദ്ധ ഖുർആൻ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന വമ്പിച്ച ഡാറ്റ സ്റ്റോറേജുകളായി മാറി. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഹൃദയസ്ഥമാക്കി സൂക്ഷിക്കുന്നതിനും പാരായണം ചെയ്യുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള പ്രേരണകൾ ഉൾക്കൊള്ളുന്ന ആയത്തുകളും ഹദീസുകളും വളരെ പ്രസിദ്ധമായതിനാൽ ഇവിടെ പരാമർശിക്കാതെ വിടുകയാണ്. മനഃപാഠമാക്കിയതിന് പുറമെ വീണ്ടും ഖുർആൻ എഴുതി സൂക്ഷിക്കുന്നു. എഴുത്തും വായനയും തീരെ പ്രചാരത്തിൽ ഇല്ലാതിരുന്നതിനാൽ അവരുടെ സ്ഥിതി അനുസരിച്ച് ഓർമ്മകൾ മാത്രമായിരുന്നു വിവര സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ എന്നിരിക്കെ പോലും വളരെ പരിമിതമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഹൃദയ സൂക്ഷിപ്പുകൾക്ക് പിൻബലമായി അതത് സന്ദർഭങ്ങളിൽ അവതരിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ഖുർആൻ എഴുതി വെക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തറിയാവുന്നവരെ മക്കയിലും മദീനയിലും ചുമതലപ്പെടുത്തിയിരുന്നു എന്നത് ഖുർആനിന്റെ സൂക്ഷിപ്പ് എത്രമാത്രം സുരക്ഷിതവും കൃത്യവുമായാണ് കൈകാര്യം ചെയ്യപ്പെട്ടത് എന്നതിന്റെ തെളിവാണ്. മക്കയിൽ ഖുർആൻ എഴുതി വച്ചിരുന്നത് അബ്ദുല്ലാഹിബിൻ അബി സറഹും മദീനയിലെ എഴുത്തുകാരിൽ പ്രധാനി സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഔദ്യോഗിക എഴുത്തുകാർ തന്നെ ഖുർആൻ അന്ന് ലഭ്യമായിരുന്ന മൃഗങ്ങളുടെ തോൽ, എല്ല്, കൈപ്പലകകൾ, കല്ലുകൾ, പനമ്പട്ടകൾ എന്നിവയിൽ എഴുതി സൂക്ഷിച്ചിരുന്നു. ഹദീസുകൾ ധാരാളം ഉദ്ധരിക്കാനുണ്ട്. ഒരു ഹദീസിന്റെ ഭാഗം മാത്രം പറയാം. വകാന ഇദാ നസല അലൈഹി ശൈഉ ദഅ ബഅദ മൻ യക്തുബു ലഹു ഫയഖൂലു ലഹു ഹാദിഹി ഫി സൂറത്തില്ലത്തി ഫിഹാ കദാ വകദാ. കൃത്യമായി സ്ഥലം തന്നെ സൂചിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതി വെക്കാൻ നിർദ്ദേശിക്കാറുണ്ടായിരുന്നു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് വരെ ഈ പ്രക്രിയ തുടർന്നു പോന്നു. അങ്ങേയറ്റം പരിമിതമായ സാഹചര്യങ്ങളായിരുന്നിട്ട് പോലും മനഃപാഠം എന്ന സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിവര സൂക്ഷിപ്പിന്റെ ആധാരത്തെ എഴുത്ത് എന്ന സഹായക ഉപാധി കൂടി ഉപയോഗപ്പെടുത്തി
വിശുദ്ധ ഖുർആനിന്റെ സൂക്ഷിപ്പ് ഭദ്രമാക്കുകയായിരുന്നു. ഖുർആൻ അല്ലാത്തതൊന്നും എഴുതി വെക്കരുതെന്നും അങ്ങനെ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മായ്ച്ചു കളയണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് നിർദ്ദേശിച്ചിരുന്നതും ഖുർആനിന്റെ സൂക്ഷിപ്പ് ഭദ്രമാക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ ഉപാധിയായിരുന്നു. ലാ തക്തുബു അന്നി ശൈഅൻ ഇല്ലൽ ഖുർആൻ എന്ന സഹീഹ് മുസ്ലിമിലെ ഹദീസൊക്കെ അതിൽ വായിക്കാവുന്നതാണ്. വിശ്വാസി സമൂഹത്തിന്റെ കൈകളിൽ ഗ്രന്ഥരൂപത്തിലുള്ള ഖുർആൻ സുരക്ഷിതമായിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളും ഹദീസുകളും നിരവധിയാണ്. ഹദീസുകളിലും ആയത്തുകളിലും ഒക്കെ ഖുർആനിനെ പറയുന്നത് തന്നെ ഒരു ഗ്രന്ഥം എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലാണ്. ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ എന്ന ഖുർആനിന്റെ പരാമർശവും ഖുർആൻ കൊണ്ട് ശത്രുക്കളുടെ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കരുത് എന്ന ഹദീസിന്റെ നിർദ്ദേശവും ഒരാൾ തന്റെ മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങളിൽ പ്രധാനമാണ് മുസഹഫ് ശേഷിപ്പിക്കുന്നത് എന്ന ഹദീസിന്റെ പ്രഖ്യാപനവും എല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഉമ്മത്തിന്റെ കൈകളിൽ വിശുദ്ധ ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ സുരക്ഷിതമായിരിക്കും എന്ന് തന്നെ. ധാരാളം ആയത്തുകളോ ഹദീസുകളോ ഒക്കെ നമുക്ക് അതിൽ വായിക്കാൻ കിട്ടും. ഔ മുസഹഫൻ വറസഹു എന്ന് ഹദീസിൽ തന്നെയുണ്ട്. അത് മനസ്സിലുള്ളതിനെ കുറിച്ച് മുസഹഫ് എന്ന് പറയാൻ സാധ്യമല്ലല്ലോ. ഗ്രന്ഥമായിട്ട് തന്നെ ഖുർആൻ വരുമെന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ്. വിശുദ്ധ ഖുർആനിന്റെ ലിഖിത ഖണ്ഡങ്ങൾ ഔദ്യോഗികവും വ്യക്തിപരവും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം തന്നെ ഖുർആൻ എഴുതി വെക്കാറുണ്ടായിരുന്നു എന്നതുകൊണ്ട് ആദ്യന്തം സൂറത്തുകളുടെയും ആയത്തുകളുടെയും ക്രമത്തിൽ ഒരു ഗ്രന്ഥരൂപത്തിലായിരുന്നു അതിന്റെ സ്ഥിതി എന്നോ അനൗദ്യോഗികമായ വ്യക്തിപരമായ കുറിപ്പുകൾ ഖുർആനിൻ്റെതായി സഹാബത്തിന്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നിട്ടില്ല എന്നോ ഈ വിഷയത്തിൽ നാം ധരിക്കരുത്. ഔദ്യോഗികമായ കുറിപ്പുകൾ അന്നത്തെ എഴുത്തു വസ്തുക്കളിൽ പലതിലും പരന്നു കിടന്നിരുന്ന ഭാഗങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ തിരുനബി തങ്ങളുടെ വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള സമയമായപ്പോഴേക്കും വിശുദ്ധ ഖുർആനിന്റെ ആദ്യന്തമുള്ള സമ്പൂർണ്ണ രൂപം ഹൃദയസ്ഥമാക്കിയിരുന്ന അനേകം സഹാബിമാരുണ്ടായിരുന്നു. അതോടൊപ്പം പല പല വ്യക്തികളുടെ കൈകളിലായി ചിതറിക്കിടന്നിരുന്ന ലിഖിത ഖണ്ഡങ്ങൾ കൃത്യമായും ഏതെല്ലാം ഇടങ്ങളിൽ വരുന്നവയാണെന്നുള്ള നിശ്ചിത ബോധവും സഹാബിമാർക്ക് ഉണ്ടായിരുന്നു. ഖുർആൻ മറ്റൊന്നുമായി കലരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഖുർആൻ അല്ലാത്തത് എഴുതി വെക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശത്തിൽ ഉണ്ടായിരുന്നതെന്ന് വ്യക്തമായി ബോധ്യമുണ്ടായിരുന്ന സഹാബിമാർ ഔദ്യോഗിക ഖുർആൻ ലിഖിതങ്ങളും അവരവരുടെ വ്യക്തിപരമായ പഠനക്കുറിപ്പുകളും വെവ്വേറെ സൂക്ഷിച്ചിരുന്നു. വ്യക്തിപരമായ പഠനക്കുറിപ്പുകളിൽ അവരവർക്ക് ആവശ്യമായ വിശദീകരണങ്ങളും നിസ്കാരത്തിൽ നിർവഹിക്കേണ്ട മറ്റു പ്രാർത്ഥനകളും പാരായണം പിൻവലിക്കപ്പെട്ടിട്ടുള്ള ആയത്തുകൾ അഥവാ മൻസൂഖ് ആയത്തുകളും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് അവതരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ രേഖപ്പെടുത്തും. പക്ഷെ അതൊന്നും ഖുർആനാണ്, പിൽക്കാലത്തെ ഖുർആനാണ് എന്ന നിലയിൽ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഖുർആൻ ആയി മൊത്തം അവതരിച്ചതിൽ പാരായണം പിൻവലിക്കപ്പെട്ട ആയത്തുകൾ ധാരാളം ഉണ്ടായിരുന്നതിനാൽ ഇന്ന് നാം ഓതുന്ന പല സൂറത്തുകളും ആദ്യകാലത്ത് ഇന്നത്തേക്കാൾ വളരെ വലുതായിരുന്നു എന്ന ഒരു ചരിത്ര സത്യം സഹാബത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതായി ഉദ്ധരിക്കപ്പെടുന്നത്. ഞങ്ങൾ ഓതുന്ന ഹസാബ് സൂറത്ത് ഓതിക്കൊണ്ടിരുന്നത് അന്ന് ഇന്നത്തെ അൽബക്കറകളൊക്കെ വലിപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ധാരാളം ഉദ്ധരണികളുണ്ട്. അത് മനസ്സൂറുകൾ കൂടി ഉൾപ്പെട്ടതായിരുന്നു എന്നുള്ള ചരിത്ര വസ്തുത പഠിപ്പിക്കാനാണ് സഹാബത്ത് അത് പറയുന്നത്. ഖുർആൻ നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്ന ആരോപിക്കുന്ന ആളുകളൊക്കെ അത് ഉദ്ധരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇതിങ്ങനെ പറയാൻ കാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന ഖുർആൻ ക്രോഡീകരണത്തിൽ ഖുർആനിന്റെ മനഃപ്പാഠങ്ങൾക്ക് പിൻബലമായി ഹാജരാക്കപ്പെട്ടിരുന്ന ലിഖിത ഖണ്ഡങ്ങളിൽ ഇത്തരം കുറിപ്പുകളും പ്രശ്നമായി വരികയോ സമൂഹത്തിന്റെ പൊതുസാക്ഷ്യത്തിന്റെ മുന്നിൽ തടസ്സമാവുകയോ ചെയ്തിട്ടില്ല എന്നതാണ്. ഖുർആൻ അല്ലാത്തത് വ്യക്തിപരമായ അനൗദ്യോഗിക പാരായണക്കുറിപ്പുകളിൽ എഴുതി വെച്ചിരുന്നതിന്റെ ഉദാഹരണമാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ വ്യക്തിപരമായ കുറിപ്പിൽ അല്ലാഹുമ്മ ഇന്നാ നസ്തഈനുക വ നസ്തഹ്ദിക എന്ന് തുടങ്ങിയുള്ള ഖുനൂത്തിന്റെ വചനങ്ങൾ. ഖുർആൻ ക്രോഡീകരണത്തിന്റെ രണ്ട് സമിതികളിലും അംഗമായി ഉണ്ടായിരുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തന്റെ ഈ വ്യക്തിപരമായ പഠനക്കുറിപ്പിലെ ഈ പ്രാർത്ഥനകൾ ഖുർആൻ ആണെന്ന് അവകാശപ്പെട്ടതായി ചരിത്രത്തിൽ എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ കൈവശം വിശുദ്ധ ഖുർആനിന്റെ ഉദാഹരണത്തിന് നമ്മുടെ കൈവശം വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ പ്രതിയും തഫ്സീറുൽ ജലാലൈനിയും ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഖുർആൻ ഏതാണ്, വിശദീകരണങ്ങൾ ഏതാണ് എന്ന് കൃത്യമായി വ്യക്തമാണല്ലോ. സഹാബിമാരുടെ കൈവശം ഉണ്ടായിരുന്ന എഴുത്തുകളെ കുറിച്ച് ഉദ്ധരിക്കപ്പെട്ടു വന്ന ചരിത്രങ്ങൾ ഇങ്ങനെ തരംതിരിച്ച് പരിശോധിക്കാതെ അവരുടെ കൈവശം ഉണ്ടായിരുന്നത് എല്ലാം ഖുർആനാണ്, ഖുർആൻ മാത്രമായിരുന്നു, ഖുർആൻ മുഴുവനും ഉണ്ടായിരുന്നു എന്നെല്ലാം ധരിച്ചവരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട വിശുദ്ധ ഖുർആനുമായി സഹാബത്തിന്റെ വ്യക്തിഗത പഠനക്കുറിപ്പുകൾ താരതമ്യം ചെയ്ത് ആശയക്കുഴപ്പത്തിൽ എത്തിച്ചേർന്നതും ആരോപണങ്ങൾ ഉന്നയിച്ചതും. ക്രോഡീകരിക്കപ്പെട്ട ഖുർആനിന് ഉണ്ടായ അഭിപ്രായ വ്യത്യാസ ലേശമില്ലാത്ത പൊതുസമൂഹത്തിന്റെ സമ്പൂർണ്ണ സാക്ഷ്യമാണ് ഇതിങ്ങനെ പറയുന്നതിന് ഏറ്റവും വലിയ തെളിവ്.
ഒരു സമകാലിക സമൂഹത്തിന്റെ ആശയ അംഗങ്ങളുടെ ഒന്നൊഴിയാത്ത സമ്പൂർണ്ണ സാക്ഷ്യത്തിനപ്പുറത്ത് വിവര സ്ഥിരീകരണത്തിന്റെ മറ്റൊരു മാർഗം ലോകത്ത് അന്നും ഇന്നും ഒരിക്കലും ഇല്ല എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരണത്തിന്റെ രീതിശാസ്ത്രം. വിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ പരിചിതമായ സാഹിത്യ രചനാ സങ്കല്പങ്ങളുടെ മാനദണ്ഡങ്ങൾ വെച്ച് അളക്കേണ്ട ഒന്നല്ല. സമൂഹത്തിന്റെ ആത്മീയവും ധാർമ്മികവുമായ വളർച്ചയ്ക്കനുസരിച്ച് പ്രായോഗികമായ ദൈവിക നിർദ്ദേശങ്ങൾ നൽകുകയും ഒപ്പം പ്രചോദനങ്ങൾക്കും താക്കീതുകൾക്കും വേണ്ടി ചരിത്രവും ഉപമകളും കഥാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും വിലക്കുകളും സ്വർഗനരകങ്ങളുടെ വിവരണങ്ങളും പെട്ടെന്ന് ഗ്രാഹ്യമാകുന്ന ഉപദേശങ്ങളും വിജ്ഞന്മാർക്ക് മാത്രം നിർദ്ധാരണം സാധ്യമാകുന്ന അതിസങ്കീർണമായ നിയമാധാരങ്ങളും ആശയസാഗരങ്ങളുടെ സങ്കേതമായ സംഗ്രഹവചനങ്ങളും എല്ലാം ഇടകലർന്ന് അതുല്യവും അത്ഭുതകരവുമായ പാരായണ ശ്രാവ്യ സുഖങ്ങൾ നൽകുന്ന സൃഷ്ടികൾക്ക് അസാധ്യമായ ദൈവിക സാഹിത്യത്തിന്റെ സമർപ്പണമാണത്. ഒരു നിയമ പുസ്തകത്തിന്റെ ലാഘവത്വത്തോടെയോ ചരിത്ര രചനയുടെ ക്രോണോളജിക്കൽ ധാരണകളുടെയോ ചരിത്ര പുസ്തകത്തിന്റെ ധാരണയോടെയോ വിശുദ്ധ ഖുർആനെ സമീപിക്കാവുന്നതല്ല. 23 വർഷങ്ങളിൽ സന്ദർഭാനുസരണം ആവശ്യമായത് എന്ന തോതിൽ ഘട്ടം ഘട്ടമായിട്ടാണ് ഖുർആൻ അവതരിച്ചത്. ആദ്യം സ്ഥാപിച്ച ചില നിയമങ്ങൾ പിൻവലിച്ചും ചിലത് പരിഷ്കരിച്ചും ചില വചനങ്ങൾ മാത്രം പാരായണം പിൻവലിച്ച് ആശയങ്ങൾ നിലനിർത്തിയും ചിലത് ആശയങ്ങളും പാരായണങ്ങളും പിൻവലിച്ചും ചിലത് പാരായണം മാത്രം നിലനിർത്തി ആശയങ്ങൾ പിൻവലിച്ചും എല്ലാം മനുഷ്യ സമൂഹത്തിന്റെ മൊത്തം ധാർമ്മികതയെ സമ്പൂർണ്ണമാക്കി അവതരിപ്പിക്കുന്ന ചരിത്രപരമായും അതത് കാലത്തിൽ സാന്ദർഭികമായും വിലയിരുത്തപ്പെടും വിധം പലവിധ ഹിക്മത്തുകൾ ഉൾക്കൊണ്ട പ്രത്യേക അവതരണ രീതിയാണ് ഖുർആനിൻ്റെത്. ഇത് ഖുർആൻ തന്നെ പ്രത്യേകം സ്പഷ്ടമാക്കിയ കാര്യമാണ്. എന്ന ആയത്തൊക്കെ ഇവിടെ ഉദ്ധരിക്കാവുന്നതാണ്. നമ്മുടെ ഭൗതിക സംവിധാനത്തിൽ ഒരു ഭരണകൂടം നിശ്ചിതമായ ഒരു നിയമം പല ഘട്ടങ്ങളിൽ ചില ഭാഗങ്ങൾ പിൻവലിച്ചും മറ്റു ചിലത് പരിഷ്കരിച്ചും അവസാനം ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കുന്നത് സാധാരണ അനുഭവമാണ്. അവസാനം എത്തി നിൽക്കുന്ന നിയമത്തിന്റെ രൂപം നോക്കി ആദ്യം ഉണ്ടായിരുന്ന പലതിനും ചോർച്ച സംഭവിച്ചിട്ട് ഉണ്ട് എന്ന് ആരും പറയാറില്ലല്ലോ. 23 വർഷം നിരന്തരമായി നടന്ന ഖുർആൻ അവതരണ പ്രക്രിയ അവസാനിച്ചപ്പോഴേക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് എത്തിയിരുന്നു. ആ സമയമായപ്പോൾ വിശുദ്ധ ഖുർആനിന് അള്ളാഹു നിശ്ചയിച്ച ഒരു പൂർത്തീകരണം സാധ്യമായിട്ടുണ്ട്. ഖുർആൻ അവതരിച്ചു കൊണ്ടിരിക്കെ വർഷത്തിൽ ഓരോ പ്രാവശ്യം റമദാനിൽ അതുവരെ അവതരിച്ച ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോടൊന്നിച്ച് പഠന പാരായണം നടത്തി ഉറപ്പിക്കുകയും അവിടുത്തെ വഫാത്തിന്റെ വർഷം ഈ പഠന പാരായണം 2 പ്രാവശ്യം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ബുഖാരിയിലൊക്കെ ഹദീസുണ്ട്. അവസാനത്തെ ഈ പഠന പാരായണം നസ്ഖ് ചെയ്യപ്പെട്ട ആയത്തുകൾ പൂർണ്ണമായും ഒഴിവാക്കിയും സൂറത്തുകളുടെയും ആയത്തുകളുടെയും ആദ്യന്ത ക്രമത്തോടു കൂടിയും ആണ് നടത്തപ്പെട്ടത്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് മുമ്പ് ഖുർആൻ അതിന്റെ അന്തിമക്രമത്തിൽ അസംഖ്യം സഹാബിമാർ മനഃപ്പാഠമാക്കുകയും സമൂഹം മൊത്തത്തിൽ അത് ക്രമമായി തന്നെ എഴുതി സുരക്ഷിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. وأن رسول الله صلى الله عليه وسلم سن جمع القرآن وكتابته وأمر بذلك وأملاه على كتبته وأنه صلى الله عليه وسلم لم يمت حتى حفظ جميع القرآن جماعة من أصحابه وحفظ الباقون منه جميعه متفرقا وعرفوه وعلموا مواقعه ومواضعه على وجه ما يعرف ذلك اليوم من ليس من الحفاظ لجميع القرآن. ഇമാം ദാനിയുടെ അൽ അഹ്റൂഫ് സബഅ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. ഹർഫുകളും ഖിറാഅത്തുകളും ഏത് വിശാല സമൂഹത്തിലേതും പോലെ അറബികൾക്കിടയിലും ശുദ്ധവും വ്യത്യസ്തവുമായ ഭാഷാ ശൈലികൾ നിലവിലുണ്ടായിരുന്നു. എഴുത്ത് സാധാരണമായി ശീലമല്ലാതിരുന്ന സമൂഹത്തിന്റെ വാമൊഴികളിൽ മാത്രമാണ് ഈ ഭാഷാ വൈവിധ്യങ്ങൾ പ്രകടമായിരുന്നത്. പ്രസിദ്ധമായ 7 ഗോത്രങ്ങളുടെ ശൈലികൾ അറബ് ഭാഷാ സാഹിത്യത്തിൽ ഏറ്റവും ശുദ്ധമുള്ളതായിരുന്നു. ഖുറൈശ്, ഹുദൈൽ, സഖീഫ്, ഹവാസിന്, കിനാന, തമീം, യമൻ എന്നിവയായിരുന്നു ആ ഗോത്രങ്ങൾ. ശീലിച്ചു പോകുന്ന ഭാഷാ ശൈലികളിൽ നിന്ന് മാറാൻ പെട്ടെന്ന് പ്രയാസമുള്ള നിരക്ഷര സമുദായത്തിലെ പ്രായമായവരെയും കുട്ടികളെയും എല്ലാം പരിഗണിച്ച് അവരുടെ ശൈലികളിലും കൂടി ഖുർആൻ അവതരിപ്പിച്ചു തരണമെന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹം അള്ളാഹു പരിഗണിക്കുകയും അങ്ങനെ പ്രസിദ്ധമായ 7 ശുദ്ധ ഭാഷാ ശൈലികളിൽ ഖുർആൻ അവതരിക്കുകയും ആണ് ഉണ്ടായത്. ഇത് ഖുർആൻ മുഴുവനായും 7 തരത്തിൽ ഉണ്ട് എന്നല്ല അർത്ഥമാക്കേണ്ടതെന്നും ഖുർആൻ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ നിശ്ചിതമായ പദങ്ങളിലും പ്രയോഗങ്ങളിലും മാത്രമാണ് ഈ ഭാഷാ ശൈലി വ്യതിയാനങ്ങൾ നിലനിൽക്കുന്നത് എന്നും മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. 7 ഭാഷാ ശൈലികളെ പോലെ തന്നെ ഖുർആനിന് 7 പാരായണ ശൈലികളും ഉണ്ട്. ഇത് രണ്ടും അതിന്റെ സ്വഭാവത്തിൽ തന്നെ വ്യത്യസ്തങ്ങളാണ്.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഓതിക്കേട്ടതായി ഉദ്ധരിക്കപ്പെട്ടതും ഓരോ കണ്ണുകളും മുത്തവാത്തറായതുമായ പാരായണ ഭേദങ്ങളാണ്. അവ ഭാഷാഭേദങ്ങൾ അല്ല. ഖിറാഅത്തുകളുടെയും ഹർഫുകളുടെയും എണ്ണം 7 എന്ന സംഖ്യയിൽ യോജിച്ചു എന്നത് യാദൃച്ഛികം മാത്രമാണ്. എന്നാൽ ഹർഫുകളുടെ ഭേദങ്ങൾ ഖിറാഅത്തിന്റെ ഭേദങ്ങളെ സ്വാധീനിച്ചേക്കാം എന്നത് ഒരു വസ്തുതയാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് 7 ഹർഫുകളും 7 ഖിറാഅത്തുകളും തിരുനബിക്ക് അള്ളാഹുവിൽ നിന്ന് അവതരിച്ച ഖുർആനിന്റെ അടിസ്ഥാന സ്വഭാവവും ലോക മുസ്ലിമീങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള വിശ്വാസവുമാണ് എന്ന് മനസ്സിലായി. ഒരു ഗാനം വ്യത്യസ്തരായ സംഗീതജ്ഞർ വ്യത്യസ്ത രാഗങ്ങളിൽ ആലപിക്കുന്നത് കൊണ്ട് അതിന്റെ ലിറിക്സിനോ ആശയങ്ങൾക്കോ തനിമയ്ക്കോ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നത് മാത്രമല്ല, ആലാപന രീതികളുടെ വൈവിധ്യങ്ങൾ ആ ഗാനത്തെ കൂടുതൽ മനോഹരമാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു കമ്പനി ഒരേ ഫീച്ചറിലുള്ള വാഹനങ്ങൾ വ്യത്യസ്ത നിറങ്ങളിലും ഗ്രാഫിക്സിലും പുറത്തിറക്കിയാൽ അവ അടിസ്ഥാനത്തിൽ വ്യത്യാസങ്ങളാണ് എന്ന് കരുതാത്തതുപോലെ ഖുർആനിന്റെ ഭാഷാഭേദങ്ങളും പാരായണ ഭേദങ്ങളും ഒരേ ഖുർആൻ എന്ന ആശയത്തിന് ഒരു തരത്തിലുള്ള വ്യത്യാസവും വരുത്തുന്നതല്ല എന്ന് മനസ്സിലാക്കാം. ആധുനിക സമൂഹത്തിലെ സൗകര്യങ്ങളും വിതരണ സങ്കേതങ്ങളും വെച്ച് 1400 കൊല്ലം മുമ്പുള്ള അവസ്ഥകൾ സങ്കല്പിക്കുന്നത് കൊണ്ട് പല ആശയക്കുഴപ്പങ്ങളും വന്നു ചേരാറുണ്ട്. ഖുർആനിന്റെ അവതരണ കാലഘട്ടത്തിൽ ഹറഫുകളുടെ വൈവിധ്യം അനുസരിച്ച് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ഗോത്രക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുക്കുന്നത് വ്യാപകമായി എല്ലാവരും തത്സമയം അറിഞ്ഞുകൊള്ളണമെന്നില്ല എന്നത് വസ്തുതയാണ്. ഹറഫുകളുടെ വ്യത്യാസങ്ങൾ സഹാബിമാർക്കിടയിൽ പരക്കെ അറിയപ്പെടുന്നതിന് മുമ്പ് വ്യത്യസ്ത ഹറഫുകളിൽ പാരായണം ചെയ്യുന്നവർ സംഗമിക്കുമ്പോൾ ചില സംശയങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുകയും അത് തിരുനബിയുടെ സമക്ഷത്തിൽ തന്നെ വന്ന് വ്യത്യാസങ്ങൾ അംഗീകൃതമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ ഹദീസുകളിൽ കാണാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഹിഷാം ഇബ്നു ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായതും ഇരുവരും തിരുസമക്ഷത്തിൽ എത്തി അത് സ്ഥിരീകരിച്ചതും ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹറഫ് ഖിറാഅത്ത് വൈവിധ്യങ്ങൾക്ക് ചില മേന്മകളുണ്ട്. ഇമാം സുയൂത്തി ഉദ്ധരിച്ചുകൊണ്ടെന്ന് പറയാം. വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാന അവതരണ സ്വഭാവങ്ങളായ 7 ഹറഫുകളും ഖിറാഅത്തുകളും പലവിധ മേന്മകൾക്കും വേണ്ടിയുള്ള അള്ളാഹുവിന്റെ കാരുണ്യമാണ്. വിശ്വാസികൾക്ക് അവരവരുടെ ഭാഷാ ശൈലിയിൽ പാരായണം ചെയ്യുവാനുള്ള ആശ്വാസം, മറ്റു വേദഗ്രന്ഥങ്ങൾ ഒരേ ശൈലിയിൽ മാത്രം അവതരിപ്പിച്ചപ്പോൾ പല ശൈലിയിൽ അവതരിച്ച ഖുർആനിന് കൂടുതലായി ലഭിക്കുന്ന മികവ്, വ്യത്യസ്ത ശൈലികളിലെ വാക്കുകളും പാരായണങ്ങളും അനുസരിച്ച് അതെല്ലാം പഠിക്കാനും സ്ഥിരപ്പെടുത്താനും ഉപയോഗപ്പെടുത്തുന്ന പ്രവൃത്തിയുടെ പ്രതിഫലങ്ങൾ, ഭാഷാശൈലിയും പാരായണ ശൈലിയും അനുസരിച്ച് ലഭിക്കുന്ന ആശയങ്ങളുടെ വ്യാപ്തി, ഓരോ ഭാഷാശൈലിയും അനുസരിച്ച് തന്നെ ഖുർആൻ മുഅ്ജിസാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന മഹത്വം, ഇതെല്ലാം ഹറഫ് ഖിറാഅത്തുകളുടെ വൈവിധ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെത്തുക്കാൻ വിശുദ്ധ ഖുർആൻ ക്രോഡീകരണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് വരെ വിശുദ്ധ ഖുർആനിന്റെ അവതരണം പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ടും പല ആയത്തുകളുടെയും പാരായണം പിൻവലിക്കപ്പെടാനുള്ള സാധ്യത നിലനിന്നിരുന്നത് കൊണ്ടും ആണ് അവിടുത്തെ വഫാത്ത് വരെ ഖുർആൻ ആദ്യന്തം ക്രമമായി ചട്ടക്കകത്ത് ക്രോഡീകരിക്കാതിരുന്നത്. ഒന്നാം ഖലീഫ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ അതിന്റെ ചില അനിവാര്യത ഉണ്ടായി. ഹിജ്റയുടെ 11-ാം വർഷം മുസൈലിമത്തുൽ കദ്ദാബിന്റെ സംഘവുമായി ഉണ്ടായ യമാമ യുദ്ധത്തിൽ 700ഓളം സഹാബിമാർ ഷഹീദാവുകയുണ്ടായി. അവരിൽ 70ഓളം പേർ പലരും ഖുർആൻ മുഴുവനായും ബാക്കിയുള്ളവർ ഭാഗികമായും മനഃപ്പാഠമുള്ളവരായിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിച്ചാൽ ഖുർആൻ നഷ്ടപ്പെട്ടു പോകുമെന്ന ആശങ്ക പങ്കുവെച്ച് അത് ഒരുമിച്ച് കൂട്ടാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് ആവശ്യപ്പെട്ട് പ്രേരിപ്പിച്ച സംഭവം പ്രസിദ്ധമാണ്. ഇതിനെ തുടർന്ന് തിരുനബി തങ്ങളുടെ വഹി എഴുത്തുകാരിൽ പ്രധാനിയും ഖുർആൻ മുഴുവൻ ഹൃദയസ്ഥമാക്കിയിട്ടുള്ളവരുമായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ഖുർആൻ ക്രോഡീകരിക്കാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചുമതലപ്പെടുത്തി. ഈ ഉദ്യമത്തിന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെയും സഹായം അന്നുണ്ടായിരുന്നു. മനഃപ്പാഠമായി സൂക്ഷിക്കൽ ആയിരുന്നു ഖുർആൻ സംരക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനവും സുരക്ഷിതവുമായ അക്കാലത്തെ ഉപാധി എന്ന് നാം പറഞ്ഞു. എന്നാൽ പോലും മനഃപ്പാഠങ്ങൾക്ക് കൂടുതൽ പിന്തുണ എന്നോണം ഓരോരുത്തരുടെയും പക്കലുള്ള എഴുത്തുപ്രതികൾ ഹാജരാക്കാൻ വിളംബരം ചെയ്യപ്പെട്ടു. എഴുത്തു വ്യാപകമല്ലാതിരുന്ന ആ സമൂഹത്തിൽ അത്തരം ഒരു ഉദ്യമത്തിന് മുതിർന്നില്ലെങ്കിൽ പോലും വിവര സ്ഥിരീകരണത്തിൽ അതൊരു കുറവുമാകുമായിരുന്നില്ല എന്നോർക്കണം. എന്നിട്ടുകൂടി മനഃപ്പാഠത്തിന് കൂടുതൽ പിന്തുണ എന്നുള്ള നിലയിൽ ലിഖിതങ്ങൾ സമാഹരിക്കുകയായിരുന്നു. ഈ ലിഖിത സമാഹരണത്തിന് അതിസൂക്ഷ്മവും കൃത്യവുമായ വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അവ താഴെ കൊടുക്കാം. ഒന്ന്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ നിന്ന് എഴുതി കേട്ടതായിരിക്കണം.
2, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നബിയുമായിട്ടുള്ള അവസാനത്തെ പാഠപാരായണത്തിൽ ഓതപ്പെട്ടത് മാത്രമായിരിക്കണം. 3, മനപ്പാഠങ്ങളിൽ നിന്ന് എഴുതിയതേ ആകരുത്. 4, ഓരോ ലിഖിതങ്ങൾക്കും 2 സാക്ഷികളെങ്കിലും ഉണ്ടായിരിക്കണം. അത്ഭുതകരം എന്ന് പറയട്ടെ, വിശുദ്ധ ഖുർആൻ ആദ്യന്തം ക്രമത്തോടെ കൃത്യമായി ഹൃദയസ്ഥമാക്കിയിട്ടുള്ള അതേ ക്രമത്തിൽ വ്യത്യസ്തങ്ങളായ അനേകം ലിഖിത ഗ്രന്ഥങ്ങൾ മേൽപ്പറഞ്ഞ നിബന്ധനകളോടെ ഒത്തുവരികയാണ് ഉണ്ടായത്. അത്രയ്ക്ക് കൃത്യമായിരുന്നു വിശുദ്ധ ഖുർആനിൻ്റെതായ സഹാബത്ത് സൂക്ഷിച്ചിരുന്ന ചിതറിക്കിടന്നിരുന്ന ലിഖിത ഗ്രന്ഥങ്ങൾ. ഖുർആനിലെ മുഴുവൻ സൂറത്തുകളും അതിലെ ആയത്തുകളും യഥാർത്ഥ ക്രമത്തിൽ നിബന്ധനകൾ ഒത്തു ലഭിച്ചപ്പോൾ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകളുടെയും സൂറത്തുൽ അഹ്സാബിലെ 23ാമത്തെ ആയത്തിന്റെയും ലിഖിതങ്ങൾ ഹുസൈമത്ത് ബിൻ സാബിത്തിനിൽ അൻസാരി എന്ന ഒരു സഹാബിയിൽ നിന്ന് ലഭിച്ചുള്ളൂ. അത്ഭുതകരമായ ഒരു ഗത്യന്തരമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ സാക്ഷിത്വം 2 പേരുടെ സാക്ഷിത്വത്തിന് തുല്യമാണെന്ന് തിരുനബി തങ്ങൾ മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ പിൻബലത്തിൽ 3 ആയത്തുകളുടെയും ലിഖിതങ്ങൾ സ്വീകരിക്കപ്പെട്ടു. ഈ ഒരു സഹാബിയുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതർ പ്രഖ്യാപിച്ച നിസ്സാക്ഷിത്വ ദൃഢത്വം സമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താനുള്ള അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു പദ്ധതി എന്ന് മാത്രമേ ഇതേക്കുറിച്ച് പറയാനാകൂ. ഈ 3 ആയത്തുകൾ ലിഖിത സമാഹരണ വേളയിൽ മനപ്പാഠത്തിന് സഹായകമായി ലിഖിതങ്ങൾ ശേഖരിച്ച ലിഖിത സമാഹരണ വേളയിൽ 2 ആളുകളിൽ നിന്ന് ലഭിച്ചില്ല എന്ന് ഖുർആൻ ക്രോഡീകരണ ചുമതലയുണ്ടായിരുന്ന സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ഹുദിഫത്ത്, സഖത്തത്ത് എന്നിവയാണ്. ഈ പദങ്ങളുടെ സാമർഥ്യനാർത്ഥത്തിൽ നിന്നും മാറി ഡിക്ഷണറി അർത്ഥം സങ്കല്പിച്ചാൽ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ഖുർആൻ ക്രോഡീകരണ സന്ദർഭത്തിലെ ലിഖിത സമാഹരണങ്ങളുടെയും സാക്ഷിത്വങ്ങളുടെയും വിവരങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന പലരും ഇന്നും വിചാരിച്ചിരിക്കുന്നത് വ്യക്തികൾ അവിടെ എഴുതി വെച്ചിരുന്ന കോപ്പികൾ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തി മാത്രമാണ് ഖുർആൻ ക്രോഡീകരിച്ചത് എന്നാണ്. സത്യത്തിൽ അനേകം സഹാബിമാർക്ക് തനിച്ചും അസംഖ്യം പേർക്ക് ഒരുമിച്ചു വിശുദ്ധ ഖുർആൻ ഒരു സംശയവും അഭിപ്രായ വ്യത്യാസവും കൂടാതെ ആദ്യന്തം ക്രമത്തിൽ മനപ്പാഠത്തിൽ നിന്ന് ഓതി പൂർത്തീകരിക്കാൻ കഴിയുന്ന വലിയ ആധികാരിക സൂക്ഷിപ്പ് സ്രോതസ്സിന് പുറത്ത് സഹായകമായി മാത്രം, സപ്പോർട്ടീവ് എലമെന്റായി മാത്രം സ്വീകരിച്ച നടപടിയാണ് ലിഖിതങ്ങളുടെ സമാഹരണം എന്നോർക്കണം. ഇതൊന്നും കൂടാതെ അന്നത്തെ ഡാറ്റ സൂക്ഷിപ്പുകളുടെ ഏകമാനദണ്ഡമായിരുന്ന മനപ്പാഠങ്ങളിൽ നിന്ന് മാത്രം കേട്ടെഴുതി സമകാലിക സമൂഹത്തിന്റെ മുഴുവൻ അംഗീകാരവും സാക്ഷ്യത്വവും നേടിയാൽ പോലും ഏത് കാലത്തും അനിഷേധ്യമായ ഒരു വിവര സ്ഥിരീകരണ പ്രക്രിയയായി ആ നടപടി അംഗീകരിക്കുന്നതിന് ആധുനിക ലോകത്ത് പോലും തടസ്സമില്ലാതിരിക്കെ 23 വർഷം നീണ്ടുനിന്ന അവതരണ കാലഘട്ടത്തിൽ ഖണ്ഡങ്ങളായി എഴുതി ശേഖരിച്ച് അനേകം ആളുകളുടെ കൈവശം കരുതിയിരുന്ന ചിതറിപ്പരന്നു കിടന്ന രേഖകൾ മുഴുവൻ അധ്യായങ്ങളുടെയും ആയത്തുകളുടെയും ക്രമത്തിൽ മനപ്പാടത്തോട് ഒത്തുവരിക എന്ന അത്ഭുതകരമായ സ്ഥിരീകരണ പ്രക്രിയ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഈ ലിഖിത സമാഹരണങ്ങളും സാക്ഷ്യ പ്രഖ്യാപനങ്ങളും നടത്തിയത് എന്ന് നാം ഓർക്കണം. അത്ഭുതം. ഖുർആൻ മുഴുവനായി മനപ്പാഠമുണ്ടായിരുന്നവരെ ആധികാരിക സ്രോതസ്സായി നിലനിർത്തി ലിഖിതങ്ങളെയും സാക്ഷികളെയും കൊണ്ട് വെരിഫിക്കേഷൻ നടത്തുന്ന പ്രക്രിയയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടപ്പാക്കിയത്. മുഴുവൻ ആയത്തുകൾക്കും 2 സാക്ഷി ലഭിച്ചു എന്നും 3 ആയത്തുകൾക്ക് 1 സാക്ഷിയെ മാത്രമേ ലഭിച്ചുള്ളൂ എന്നും പറയുന്നത് പോലും ഒരടിസ്ഥാനത്തോട് ചേർത്ത് നോക്കിയാൽ മാത്രമാണല്ലോ സാധ്യമാകുന്നത്. ഈ അടിസ്ഥാനമാണ് ഖുർആനിന്റെ മനപ്പാഠം. അത്ഭുതകരമാണ് ഖുർആനിന്റെ സ്ഥിതി. അങ്ങനെ ആകാതിരിക്കാൻ തരമില്ലല്ലോ. അത് ഉടമസ്ഥനായ റബ്ബിന്റെ അവന്റെ തന്നെ സൂക്ഷിക്കും എന്ന് പ്രഖ്യാപിച്ച മുഅ്ജിസായ കലാമാണ്. അവൻ തന്നെ സൂക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച മുഅ്ജിസായ കലാമാണല്ലോ. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ മനപ്പാഠത്തിനൊത്ത് ലിഖിതങ്ങളും കൂടി വന്നപ്പോൾ മുഴുവൻ എഴുതി പൂർത്തീകരിച്ച് ഏടുകളാക്കി മാറ്റി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പക്കൽ സൂക്ഷിച്ച ആധികാരിക ഖുർആൻ പ്രതി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഖലീഫയെ തെരഞ്ഞെടുക്കൽ കൂടിയാലോചനാ സമിതിയുടെ ഉത്തരവാദിത്വത്തിലേക്ക് നീങ്ങിയതിനാൽ ഖുർആൻ പ്രതി മകൾ ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ സൂക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഏകീകരണം നടക്കുന്ന സന്ദർഭത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ പക്കൽ നിന്ന് ആദ്യ ഖുർആൻ പ്രതി വിരുത്തുകയാണ് ഉണ്ടായത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഈ നടപടി ഖുർആൻ നഷ്ടപ്പെട്ടു പോകാതെ പിൽക്കാലത്തേക്ക് ഒരു പകർപ്പ് സൂക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു.
അതിനപ്പുറം ഈ ക്രോഡീകരണ രൂപത്തിന് രണ്ടാമതൊരു പകർപ്പുണ്ടാക്കുകയോ തയ്യാറാക്കിയ പതിപ്പനുസരിച്ച് മാത്രമേ പഠന പാരായണങ്ങൾ നടത്താവൂ എന്ന് ഉത്തരവ് ഇറക്കുകയോ ചെയ്യുകയുണ്ടായില്ല. ഖുർആനും ഖുർആൻ അല്ലാത്തതും പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിയുന്ന സമൂഹത്തിന് അത് ആവശ്യവുമായിരുന്നില്ല. ആളുകൾ അവരുടെ കൃത്യമായ ബോധ്യമനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്തു പോന്നിരുന്നു. അപ്പോഴൊക്കെയും മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആനിനൊപ്പം വിശദീകരണങ്ങളും നിസ്കാരത്തിലെ പ്രാർത്ഥനകളും എല്ലാം ചേർത്ത് എഴുതി വച്ചിരുന്ന വ്യക്തിഗത പഠനക്കുറിപ്പുകളും ഉപയോഗിച്ചിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പി ഇന്ന് നമ്മുടെ അലമാരയിൽ അനേകം ഗ്രന്ഥങ്ങളുടെയും തഫ്സീറുകളുടെയും ഇടയിൽ സൂക്ഷിച്ചാൽ ഖുർആൻ ആയിട്ടും അല്ലാതെയും തിരിച്ചറിയാൻ പ്രയാസം നേരിടാറില്ലല്ലോ. ഇതുപോലെ ഖുർആനും ഖുർആൻ അല്ലാത്തതും കൃത്യമായി തിരിച്ചറിയാമായിരുന്ന സഹാബത്തിന്റെ സമൂഹം സൂക്ഷിച്ചിരുന്ന വ്യക്തിഗത കുറിപ്പുകളിൽ ഖുർആനിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്ന വിശദീകരണങ്ങളോ പാരായണം നീക്കം ചെയ്യപ്പെട്ട അഥവാ മൻസൂഹായ ആയത്തുകളോ ഖുർആൻ അല്ലാത്ത മറ്റു പ്രാർത്ഥനകളോ ഉണ്ടായിരുന്നു എന്നതോ, ചിലരുടെ കൈവശമുണ്ടായിരുന്ന വ്യക്തിഗത കുറിപ്പുകൾ ആടുനിന്ന് പോയി എന്നതോ, മറ്റേതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്നതോ, ഇനി അങ്ങനെ നഷ്ടപ്പെട്ടത് യഥാർത്ഥ ഖുർആനിന്റെ ലിഖിത ഖണ്ഡങ്ങൾ ആണെങ്കിൽ തന്നെയോ സമൂഹത്തിന്റെ മനഃപാഠത്തിന് ലിഖിത രേഖകൾ സമർപ്പിച്ച് സമകാലിക സമൂഹത്തിന്റെ സമ്പൂർണ്ണ സാക്ഷിത്വത്തിന്റെ അഥവാ ഇജ്മാഇന്റെ അംഗീകാരം നൽകി സൂക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിന്റെ ആധികാരികതയ്ക്ക് എന്ത് കളങ്കം നേരിടാനാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഖുർആൻ ഏകീകരണം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ ക്രോഡീകരണത്തോടു കൂടി അള്ളാഹുവിന്റെ കലാം ഏത് കാലത്തും വിമർശനമുക്തമായി ലിഖിത രൂപത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് ബോധ്യമായി. ഇതുപോലെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഖുർആനിന്റെ ഒരു ഏകീകരണം നടന്നിട്ടുണ്ട്. ഇത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് നടന്ന നടപടിയിൽ നിന്ന് ഉദ്ദേശത്തിൽ വ്യത്യസ്തമായ മറ്റൊരു സംഗതിയാണ്. രണ്ടും ഒന്ന് തന്നെയായിരുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. കാര്യം പറയാം. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിലേക്ക് എത്തിയപ്പോൾ ചില പ്രത്യേക സാമൂഹിക പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വന്നു. ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ വികാസം മൂലം ഖുർആനിന്റെ മുമ്പ് പറഞ്ഞ 7 ഭാഷാ ശൈലികൾ അനുസരിച്ചുള്ള പാരായണങ്ങൾ സഹാബിമാരുടെ തലമുറയും കടന്ന് സഞ്ചരിച്ചപ്പോൾ പലരും അപരർ ഓതുന്നത് തെറ്റാണെന്ന് ധരിക്കാനും ആക്ഷേപിക്കാനും ഇടവന്നു. ഹർഫ് വ്യത്യാസങ്ങളുടെ അഥവാ ഭാഷാശൈലി വ്യത്യാസങ്ങളുടെ നിജസ്ഥിതി അറിയാത്ത പുതിയ സമൂഹത്തിൽ ഖുർആനിന്റെ കാര്യത്തിൽ ഗൗരവമുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വാഭാവികമാണ്. പേർഷ്യൻ ഭാഗത്ത് സൈനിക നീക്കവുമായി പോരുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് സമൂഹത്തിൽ ഉരുവപ്പെട്ട ഈ പ്രതിസന്ധി നേരിട്ട് ബോധ്യപ്പെടുകയും പരിഹാരം കണ്ടെത്താൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ 2 മാർഗമാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ഭാഷാശൈലിയുടെ വ്യത്യാസങ്ങളും മുമ്പ് പറഞ്ഞ പാരായണ ശൈലിയുടെ വ്യത്യാസങ്ങളും അടക്കം യഥാർത്ഥ ഖുർആനിന്റെ ഈ ആവിഷ്കാര വൈവിധ്യങ്ങൾ മുഴുവൻ ലോകാന്ത്യം വരെയുള്ള മുഴുവൻ സമൂഹങ്ങൾക്കും പഠിപ്പിച്ചു കൊടുത്ത് നിലനിർത്താൻ കഴിയണം. അല്ലെങ്കിൽ ഭാഷാ വൈവിധ്യങ്ങൾ അവസാനിപ്പിച്ച് പ്രമുഖമായ ഭാഷാ ശൈലിയിലേക്ക് അഥവാ ഖുറൈശി ശൈലിയിലേക്ക് ഏകീകരിക്കണം. സ്വാഭാവികമായും രണ്ടാമത് പറഞ്ഞ കാര്യമാണ് പ്രായോഗികം എന്നതിനാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതാണ് തെരഞ്ഞെടുത്തത്. അങ്ങനെ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ നേതൃത്വത്തിൽ 12 അംഗ സമിതി രൂപീകരിക്കുകയും ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ പക്കൽ നിന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഖുർആൻ കോപ്പി കൊണ്ടുവന്ന് പകർത്തെഴുതാൻ കൽപ്പിക്കുകയും സമിതിയിൽ ശൈലീപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നിടത്ത് ഖുറൈശി ലിപിയിൽ എഴുതാൻ കൽപ്പിക്കുകയും ചെയ്തു. ഒരർത്ഥത്തിൽ ഖുറൈശി ലിപിയിൽ ഏകീകരിക്കുകയാണ് ചെയ്തത് എന്ന് പറയാമെങ്കിലും അക്കാലത്തെ എഴുത്തിന്റെ പ്രത്യേകത അനുസരിച്ച് മറ്റു ഭാഷാ ശൈലികളിലും കൂടി മിക്കവാറും പാരായണം ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നതാണ് കാര്യം. ഈ പകർത്തിയെഴുത്ത് അതിസൂക്ഷ്മമായ പല നടപടിക്രമങ്ങൾക്കും ശേഷമാണ് നടത്തിയത് എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. വഹിയെഴുത്തുകാരനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നിശ്ചയിച്ചിരുന്ന സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഖുർആൻ ക്രോഡീകരണത്തിന് ചുമതലപ്പെടുത്തപ്പെടുന്നു. അദ്ദേഹം തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഏകീകരണത്തിനും ചുമതലപ്പെടുത്തുന്നു. ആദ്യത്തെ സമിതിയിലും രണ്ടാമത്തെ സമിതിയിലും ഉണ്ടായിരുന്ന സമിതിയിലും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരണത്തിന് സ്വീകരിച്ച നടപടിക്രമം എന്താണോ അതേ നടപടി പ്രകാരം തന്നെ മനപ്പാഠത്തിനനുസരിച്ച് ഖുർആൻ ലിഖിതങ്ങൾ കൊണ്ടുവരാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിളംബരം ചെയ്യുന്നു. ആദ്യകാലത്തെ അതേ നടപടി അങ്ങനെ തന്നെ ആവർത്തിക്കുന്നു.
ആദ്യം പറഞ്ഞ 3 ആയത്തുകൾ ഹുസൈമത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പക്കൽ മാത്രം ലഭ്യമാകുന്നു. അദ്ദേഹം അന്ന് ജീവിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന്റെ പക്കൽ മാത്രം ലഭ്യമാകുന്നു. അദ്ദേഹത്തിന്റെ ഇരട്ട സാക്ഷ്യത്വത്തിന്റെ അംഗീകാരം അനുസരിച്ച് വീണ്ടും ആ ലിഖിതങ്ങൾ സ്ഥിരീകരിക്കുന്നു. തുടർന്ന് 2 പ്രാവശ്യം സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവും 3ാമത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും വെരിഫിക്കേഷൻ നടത്തുന്നു. അതിനുശേഷം ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ പക്കലുള്ള ഖുർആനിന്റെ ആദ്യ പ്രതി നോക്കി പകർത്തെഴുത്ത് തുടങ്ങുന്നു. ഈ വസ്തുതകളെല്ലാം ഇബ്നു അബീ ദാവൂദ് എന്നവരുടെ കിതാബുൽ മസാഹിഫ് എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ അത്ഭുതകരമായ ഒരു വിവര സ്ഥിരീകരണം മറ്റെന്തുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന അതേ നടപടിക്രമം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ആവർത്തിക്കുകയും ഒരു മാറ്റവും കൂടാതെ സമൂഹത്തിൽ അനേകരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ലിഖിത ഖണ്ഡങ്ങൾ മനഃപ്പാഠത്തിന് ഒത്തുവരികയും 3 പ്രാവശ്യം അതിന്റെ നിജസ്ഥിതി പരിശോധന നടത്തുകയും അതിനുശേഷം ആദ്യ പ്രതിയുമായി പൂർണ്ണമായും യോജിച്ചിരിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ട് പകർത്തെഴുത്ത് നടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ 7 പകർപ്പുകൾ തയ്യാറാക്കി ഓരോ കാരികിനെയും കൂട്ടി വിവിധ ഇസ്ലാമിക പ്രദേശങ്ങളിലേക്ക് 6 എണ്ണം അയക്കുകയും ഒരു കോപ്പി ഉസ്മാൻ റളിയല്ലാഹു അൻഹു സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇവയല്ലാത്ത മുഴുവൻ പകർപ്പുകളും മുമ്പ് പറഞ്ഞ എല്ലാ വ്യക്തിഗത പഠനക്കുറിപ്പുകളും ഹാജരാക്കി കത്തിച്ചു കളയുന്നു. ഭാഷാശൈലിയുടെ വൈവിധ്യം അറിയാത്ത വിശാലമായ സമൂഹത്തിൽ അതുമൂലം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകരുത് എന്നതായിരുന്നു ഇതിന്റെ ഉദ്ദേശ്യം. ഒരു നിയമസംഹിതയുടെ ആധികാരികത ഉറപ്പിക്കാൻ അതിന് ഏതെങ്കിലും തരത്തിൽ കോട്ടം വരുത്തിയേക്കാൻ സാധ്യതയുള്ള വ്യക്തിഗത പകർപ്പുകൾ മേലാൽ നശിപ്പിച്ചു കളയണമെന്ന് ഒരു രാജ്യം പ്രഖ്യാപിക്കുന്നത് ആധുനിക കാലത്തും തികച്ചും ശരിയായ ഒരു നടപടിക്രമം തന്നെയാണ്. ഇതിലപ്പുറം അസ്വാഭാവികമായ യാതൊന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വ്യക്തിഗത ഖുർആൻ ലിഖിതങ്ങൾ കത്തിച്ചു കളയുന്ന നടപടിയിൽ ഉണ്ടായിരുന്നിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ നടപടിയെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് ചെയ്തിരുന്നില്ലെങ്കിൽ താൻ അത് ചെയ്യുമായിരുന്നു എന്നാണ്. മാത്രവുമല്ല, ഏതെങ്കിലും ഒറ്റപ്പെട്ട അഭിപ്രായത്താൽ മാത്രമല്ല, അന്ന് ജീവിച്ചിരുന്ന മുഴുവൻ സഹാബത്തിന്റെയും ഏകീകൃത അഭിപ്രായത്തോടെ മാത്രമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ഖുർആൻ ഏകീകരണ പ്രക്രിയ നടപ്പിലാക്കിയത് എന്ന് അലി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ജ്ഞാനത്തിന്റെ ശാസ്ത്രശാഖയായ എപ്പിസ്റ്റമോളജി വെച്ച് പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആനിന്റെ ആദ്യകാല ക്രോഡീകരണവും 2ാമത് നടന്ന ഏകീകരണവും ഈ 2 ഘട്ടത്തിലും സ്വീകരിച്ച മുഴുവൻ നടപടിക്രമങ്ങളും ഏത് കാലത്തും പകരം വെക്കാനില്ലാത്ത ഏറ്റവും സമ്പൂർണമായ വിവര സ്ഥിരീകരണ നടപടിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അഥവാ തിരുനബിയുടെ കാലത്ത് നടന്ന ഖുർആൻ സുരക്ഷിതത്വത്തിന്റെ നടപടികളും ഖിലാഫത്തിന്റെ 2 കാലത്തും നടന്ന ക്രോഡീകരണ ഏകീകരണ പ്രക്രിയയിൽ സ്വീകരിച്ച നടപടിക്രമങ്ങളും ആധുനിക ജ്ഞാനശാസ്ത്രമായ എപ്പിസ്റ്റമോളജിയെ പോലും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. ആ നടപടിക്രമങ്ങൾ ഒന്നുകൂടി താഴെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ വർഷവും റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആനിന്റെ പഠന പാരായണം നൽകുന്നു. ബി, വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള റമദാനിൽ 2 പ്രാവശ്യം പഠന പാരായണം നടത്തി വിശുദ്ധ ഖുർആൻ ആദ്യന്തം അപ്ഡേറ്റ് ചെയ്യുന്നു. സി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്ര ഹൃദയത്തിൽ പൂർണ്ണമായി വിശുദ്ധ ഖുർആൻ നിലനിർത്തുന്നു. ഡി, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി സൂക്ഷിക്കുന്നതിന് ആദർശപരമായ വലിയ പ്രചോദനം നൽകുന്നു. ഈ വാമൊഴി പാരമ്പര്യം നിലനിന്നിരുന്ന ഒരു സമൂഹം അതിന്റെ അത്യുജ്വലമായ ഹൃദയസ്ഥമാക്കാനുള്ള കഴിവ് ഉപയോഗപ്പെടുത്തി ഖുർആൻ ഹൃദയസ്ഥമാക്കുന്ന ആരാധനാപരമായ നടപടി ആവേശപൂർവ്വം ഏറ്റെടുക്കുന്നു. എഫ്, എഴുതി സൂക്ഷിക്കുക എന്നത് അങ്ങേയറ്റം അപര്യാപ്തമായിരുന്നിട്ട് കൂടി അവതരിച്ചു കൊണ്ടിരുന്ന വിശുദ്ധ ഖുർആൻ സമയാസമയങ്ങളിൽ എഴുതി വെക്കാനും അത് അന്തിമക്രമത്തിൽ ആയിരിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശം നൽകി നടപ്പിലാക്കുന്നു. ജി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് ധാരാളം സഹാബിമാർ ഖുർആൻ മുഴുവനായും സമൂഹം മൊത്തത്തിലും ഹൃദയസ്ഥമാക്കി സൂക്ഷിക്കുന്നു. എച്ച്, പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മനഃപ്പാഠം എന്ന ഏറ്റവും വലിയ വിവര സ്ഥിരീകരണ ഉപാധിയിൽ മാത്രം മതിയാക്കാതെ അനേകം വ്യക്തികൾ ഖണ്ഡങ്ങളായി എഴുതി സൂക്ഷിച്ചിരുന്ന ഭാഗങ്ങൾ ഹാജരാക്കുന്നു. ഇതിന് 2 പേരുടെ സാക്ഷ്യത്വം ഉറപ്പുവരുത്തുന്നു. ഇങ്ങനെ ഹാജരാക്കപ്പെടുന്ന ലിഖിതരേഖകൾ തിരുനബിയുടെ സവിധത്തിൽ വെച്ച് തന്നെ എഴുതിയതായിരിക്കണം എന്നും മനഃപ്പാഠം അനുസരിച്ച് എഴുതിയത് ആകരുത് എന്നും വ്യവസ്ഥ ചെയ്യുന്നു. ആ രേഖകൾ തിരുദൂതരുടെ ജിബ്രീലുമായിട്ടുണ്ടായ അവസാനത്തെ പാഠപാരായണത്തോട് യോജിച്ചതായിരിക്കണം എന്നുകൂടി നിഷ്കർഷിക്കുന്നു. ലിഖിതങ്ങളും ഓർമ്മയും തമ്മിൽ ഒത്തുനോക്കി ക്രോസ് വാലിഡേഷൻ നടത്തി ഒരു മാറ്റവും ഇല്ലെന്ന് ഉറപ്പിക്കുന്നു.
23 വർഷങ്ങളിലായി അവതരിച്ച അനേകം സന്ദർഭങ്ങളിലെ വിശുദ്ധ ഖുർആനിന്റെ ലിഖിതങ്ങളും അനേകം വ്യക്തികളുടെ മനഃപ്പാഠങ്ങളും ഒരു വ്യത്യാസവും കൂടാതെ യോജിച്ചു വരുന്നു. വിശുദ്ധ ഖുർആൻ ജീവിച്ചിരുന്ന സമകാലിക സമൂഹം മുഴുവൻ ഒരേ ശബ്ദത്തിൽ പിന്തുണയ്ക്കുന്നു. ഇതിനപ്പുറം ഒരു രേഖാസൂക്ഷ്മതയെ ചൂണ്ടിക്കാണിക്കാൻ ഒരു കാലത്തും ഒരു ലോകത്തും സാധ്യമല്ലെന്ന് ആധുനിക എപ്പിസ്റ്റമോളജി പോലും തലകുലിച്ച് സമ്മതിക്കുന്നു. ഇന്നും ലോകത്ത് ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒരേ ഖുർആൻ ഹൃദയപാഠത്തിൽ നിന്ന് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കായ വാല്യങ്ങൾ ഒരേ ഖുർആൻ ആവേശപൂർവ്വം മത്സരിച്ച് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരേ ഒരു ദൈവിക ഗ്രന്ഥം മാത്രം സമസ്ത ലോകത്തും അഷ്ടദിക്കുകളിലും ഒരേ രൂപത്തിൽ ഹൃദയസ്ഥമാക്കിയവരുടെ ആഗോള സമ്മേളനങ്ങളും മത്സരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ലോകത്തിന്റെ മുഴുവൻ പ്രിന്റിംഗ് പ്രസ്സുകളും ഡാറ്റ സ്റ്റോറേജുകളും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളും നഷ്ടപ്പെട്ടാലും ഒരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയാത്ത വിധം വിശുദ്ധ ഖുർആൻ ലോകത്ത് അജയ്യമായും സുരക്ഷിതമായും നിലനിൽക്കുന്നു. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശുഭം.